ദേവാലയത്തിലെ തിരുനാളിൽ പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത്. കൊടിയ വിമതനാണ് വികാരിയെങ്കിലും ഉണ്ണിമിശിഹായോട് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് വിമതനാണോ ഔദ്യോഗികമാണെന്നോ നോക്കാതെ ഒഴുകിയെത്തിയത്. വിമത വൈദികരെ ക്രൈസ്തവ മൂല്യങ്ങളെയും വിശ്വാസത്തെയും കീറിമുറിക്കുവാൻ സഭാ സ്നേഹികളായ വിശ്വാസികൾ അനുവദിക്കില്ലെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. ഈ വിശ്വാസികളെ കണ്ടെങ്കിലും പുരോഹിതന്മാർക്ക് മാനസാന്തരം ഉണ്ടാകണം. അപ്പസ്തോലിക പിന്തുടർച്ചയുള്ള മെത്രാന്റെ കൈവച്ച് ശുശ്രൂഷയിലൂടെ ദൈവജനത്തിന് ശുശ്രൂഷ നൽകാൻ ഏൽപ്പിക്കപ്പെട്ടവരാണ് പുരോഹിതരെന്ന തത്വം മറക്കരുത്. മെത്രാന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ അവർ ആ സ്ഥാനത്തിന് യോഗ്യരല്ല. ഇപ്പോൾ എറണാകുളം അതിരൂപതയുടെ പല പള്ളികളിലും അതിന് സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. ജെറിൻ എന്ന ഗുണ്ടാ വൈദികന്റെ നേതൃത്വത്തിൽ ആക്രമിക്കപ്പെട്ട തോട്ടുപുറം അച്ഛന്റെ സഹനത്തിന് ദൈവസന്നിധിയിൽ വിലയുണ്ട്. ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ വിമതർ ഏർപ്പാടാക്കിയ ആളുകൾ കാല് തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞ് മാനസികമായി പീഡിപ്പിച്ചതിന് ദൈവസന്നിധിയിൽ വിലയുണ്ട്. ഇങ്ങനെ പോയാൽ എല്ലാ പള്ളികളിലും എല്ലാ വിമത പുരോഹിത വേഷധാരികൾക്കും ജനങ്ങളുടെ കൈവയ്പ് ശുശ്രൂഷ ഇന്നല്ലെങ്കിൽ നാളെ കിട്ടിയിരിക്കും. യേശു കർത്താവ് ജെറുസലേം ദേവാലയത്തിലെ കച്ചവടക്കാരെ വലിച്ചു പുറത്തിട്ടതുപോലെ സഭയുടെ സമ്പത്തും അതിന്റെ സുഖ സൗകര്യങ്ങളും കണ്ട് കച്ചവട മനസ്ഥിതിയോട് കൂടി മാത്രം വൈദിക വൃത്തിയിലേക്ക് തിരിഞ്ഞ എറണാകുളം അതിരൂപതയിലെ വൈദിക വേഷധാരികളെ വലിച്ചു പുറത്തിടുവാൻ അത് കർത്താവ് ചെയ്ത ശുശ്രൂഷയുടെ ആവർത്തനം മാത്രമേ ആവുകയുള്ളൂ. അതിന് ദൈവസന്നിധിയിൽ നിന്ന് ഒരു ശിക്ഷയും കിട്ടുന്നതല്ല. ശാപം കിട്ടുമെന്നുള്ള സ്ഥിരം നമ്പർ ഒന്നും ഇനി പഴയ പോലെ ഫലിക്കില്ല. ലത്തീൻ കുർബാനയുടെ തുടക്കത്തിൽ മനസ്താപ പ്രാർത്ഥനയിൽ ഉപേക്ഷയാലുള്ള പാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഈ കച്ചവടക്കാരായ ഈ പുരോഹിതർക്ക് നേരെ കണ്ണടച്ചാൽ വിശ്വാസികൾ ഉപേക്ഷയാലുള്ള പാപമാണ് ചെയ്യുന്നത്. ഇവർക്ക് നേരെ പ്രതികരിക്കുന്നത് ശിക്ഷാർഹമല്ല, മറിച്ച് രക്ഷാകരമായ ശുശ്രൂഷയാണ്. സമ്പന്നരും ദരിദ്രരും ഒക്കെയായ ഇടവക ജനങ്ങൾ നിർലോഭമായി സംഭാവന ചെയ്ത ചില്ലിക്കാശുകളാണ് എറണാകുളം അതിരൂപതയുടെ ഭൗതിക സമ്പത്ത്. അല്ലാതെ അങ്കമാലി പുരോഹിതരുടെ പിതൃഭവനത്തിൽ നിന്നും കൊണ്ടുവന്നതല്ല. ഇവരുടെ ആരുടെയും വിയർപ്പ് കൊണ്ടും ഉണ്ടാക്കിയതല്ല. അന്യന്റെ വിയർപ്പ് കൊണ്ടുണ്ടാക്കിയ സമ്പത്തിനു വേണ്ടിയുള്ള കടിപിടിയാണ് ഇപ്പോൾ ഈ അതിരൂപതയിൽ നടക്കുന്നത്.